പി ദിവ്യ, നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ കേരളം AK ആന്റണി ഭരിക്കുമ്പോൾ, കേന്ദ്രം നരസിംഹറാവു ഭരിക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. പക്ഷെ തൊട്ടടുത്ത വർഷം കേരളത്തിൽ EK നായനാരുടെ സർക്കാരും കേന്ദ്രത്തിൽ ഐക്യമുന്നണിയുടെ സർക്കാരും അധികാരത്തിൽ വന്നു. EP ജയരാജന്റെ സ്വകാര്യ അന്യായം വരുന്നത് EK നായനാർ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ്. അന്നാണ് ആ കേസിലെ നടപടികൾ തുടങ്ങിയിട്ടുള്ളത്, കേരളത്തിലെ നടപടികൾ തുടങ്ങിയിട്ടുള്ളത്. ആ കേസാണ് ഇന്നിപ്പോ പൊളിഞ്ഞു വീണ്ടിരിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ച രണ്ടാമത്തെ പ്രമാദമായ സംഭവം എടുക്കൂ. 1998 തിരുവോണ ദിവസം സ്വന്തം വീടിനകത്ത് കയറി P ജയരാജനെ അതിമാരകമായി വെട്ടിനുറുക്കി മരിച്ചു എന്ന് കരുതി ഉപേക്ഷിച്ചു പോയ പ്രതികളിൽ ഒരൊറ്റയാളെ ശിക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാ പ്രതികളെയും വെറുതെ വിട്ട സാഹചര്യം എങ്ങനെ ഉണ്ടായി? അന്നാരാണ് കേരളം ഭരിച്ചത്? അന്ന് LDF ആണ് കേരളം ഭരിക്കുന്നത്. കണ്ണൂരിൽ നിന്ന്, തലശ്ശേരിയിൽ നിന്ന് MLA ആയ EK നായനാരാണ് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രി. അന്ന് രജിസ്റ്റർ ചെയ്ത കേസും കോടതിയിൽ പൊളിഞ്ഞു വീണു. അപ്പോ എന്തുകൊണ്ട് കണ്ണൂരിലെ ഏറ്റവും പ്രമുഖരായ നേതാക്കളുടെ ജീവൻ എടുക്കാൻ നടത്തിയ ദൗത്യത്തിൽ പോലും ആളുകളെ ശിക്ഷിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളത് ഗൗരവതരമായ ഒരു ചോദ്യമാണ്. അതിൽ അഭിലാഷ്, ഒരു കാര്യം ഒന്ന്, ഇവിടെ 97 EP ജയരാജൻ ഒരു സ്വകാര്യ അന്യായം ഫയൽ ചെയ്യുന്നത്. 96 സഖാവ് EK നായനാർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവുന്നത്. അധികാരത്തിൻ്റെ സ്വാധീനത്തിൽ ഏതെങ്കിലും തരത്തിൽ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഒരു കേസിൻ്റെ ഭാഗമായി K സുധാകരനെ ഇതിൽ കൊടുക്കാം എന്നൊരു ഉദ്ദേശമുണ്ടെങ്കിൽ 96 തന്നെ അങ്ങനെ ഒരു അന്യായം കൊടുക്കണമല്ലോ. അതല്ല, ഇതിൻ്റെ വസ്തുത മനസ്സിലാക്കണം. 95 ഈ സംഭവം നടന്ന സമയത്ത് K സുധാകരൻ്റെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ആന്ധ്ര പോലീസ് കേരളത്തിലെ ഗവൺമെൻറ്റിനെ സമീപിച്ചു. അന്ന് UDF ഗവൺമെൻറ് ആണല്ലോ. അന്ന് സമീപിച്ചതിൻ്റെ കാരണം എന്താണ്? അന്ന് സമീപിച്ചതിൻ്റെ കാരണം ഈ രണ്ട് പ്രതികളും K സുധാകരൻ്റെ പേര് പറഞ്ഞു എന്ന് മാത്രമല്ല, പണം നൽകിയതും തോക്ക് നൽകിയതും ഉൾപ്പെടെ K സുധാകരൻ്റെ അടുത്ത ബന്ധുവാണ്, സുഹൃത്തിൻ്റെ തോക്കാണ് നൽകിയത് എന്ന എല്ലാ കാര്യങ്ങളും ആന്ധ്ര പോലീസിനോട് പറയുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആന്ധ്ര പോലീസ് K സുധാകരനെ ചോദ്യം ചെയ്യുവാൻ വേണ്ടി സംസ്ഥാന ഗവൺമെൻറ്റിനെ സമീപിച്ചപ്പോൾ അന്ന് UDF ഗവൺമെൻറ് അതിനോട് കാണിച്ച നിലപാടെന്താ? K സുധാകരൻ, അതായത് ആളു മാറിയിട്ട് ഇവിടെ അന്ന് EM അഗസ്തി MLA അദ്ദേഹത്തിൻ്റെ കള്ളപ്പേരിൽ തിരുവനന്തപുരത്തേക്ക് K സുധാകരൻ എന്തിനാണ് യാത്ര ചെയ്തത് എന്ന് അബിൻ വർക്കി പറയട്ടെ. നിങ്ങൾ കുറ്റം ചെയ്യാത്ത ആളാണെങ്കിൽ എന്തിനാണ് ഒരു MLA, ഒരു മന്ത്രി, ഒരു MLA പേരിൽ കള്ളപ്പേരിൽ യാത്ര ചെയ്യാണ്? അതെങ്ങനെയാണ് പിടിക്കുന്നത്? അങ്ങനെ പിടിക്കുന്നത്, അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ ഗൺമാൻമാരെ ഒഴിവാക്കിയിട്ടില്ല. ആ ഗൺമാൻമാർ അന്ന് അവർക്ക് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ അനുഭവിച്ചിട്ടുള്ള റെയിൽവേ വാറണ്ടിൽ K സുധാകരൻ്റെ സെക്യൂരിറ്റിയാണ്, അകമ്പടിയായിട്ടാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് എന്ന് അവർ പറഞ്ഞു. അവർ എഴുതി കൊടുത്തല്ലോ. അപ്പോൾ ഇങ്ങനെയൊരു അവസ്ഥയിൽ, അതായത് കേരളത്തിൽ തലസ്ഥാന നഗരിയിൽ ഗസ്റ്റ് ഹൗസും അവിടെയുള്ള ലോഡ്ജും കേന്ദ്രീകരിച്ചുകൊണ്ട് ഗൂഢാലോചന നടന്നു എന്ന് വ്യക്തമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് 97 അങ്ങനെ ഒരു സ്വകാര്യ അന്യായം. കേരളത്തിലാണ് ഈ ഗൂഢാലോചന, ഇവിടെ നടന്നു. അതിനിടയ്ക്ക് ഈ കേസ് തേച്ചുമാച്ച് പോകാൻ വേണ്ടിയും K സുധാകരനെ രക്ഷിക്കുവാൻ വേണ്ടിയും കേന്ദ്ര സർക്കാർ, അതോടൊപ്പം ഈ കേസിൽ ആന്ധ്ര ഗവൺമെൻറ് ഉൾപ്പെടെ ഈ കേസിൽ ഇടപെടാൻ വേണ്ടി ശ്രമിച്ചു. അതിൻ്റെ പിന്നാലെയാണ് കേരളത്തിൽ നടന്നിട്ടുള്ള ഈ ഗൂഢാലോചനയെ സംബന്ധിച്ച് വ്യക്തമായ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോഴാണ് ഇവിടെ ഒരു അന്യായം ഫയൽ ചെയ്യാൻ വേണ്ടി EP ജയരാജൻ തീരുമാനിക്കുന്നത്. ഇവിടെ KC ഉമേഷ് ബാബു അദ്ദേഹം ഉൾപ്പെടെയുള്ള ചില ആളുകൾ പറഞ്ഞല്ലോ, അദ്ദേഹം പോലെ ഇപ്പോൾ ഒരു പച്ചയായ മനുഷ്യനെ വെടിവെച്ച് കൊല്ലുവാൻ വേണ്ടി നേതൃത്വം കൊടുത്തവരെ കുറിച്ചല്ല അദ്ദേഹം പറയുന്നത്. അദ്ദേഹം കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരോധം കൊണ്ട് ഈ കണ്ണൂരിലെ നേതാക്കന്മാരെല്ലാം ഇങ്ങനെയാണ്, കണ്ണൂർ മുഴുവൻ ഇങ്ങനെയാണ് എന്ന രീതിയിൽ ഈ നാടിനെ അധിക്ഷേപിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംഭാഷണമാണ് അദ്ദേഹം ഈ ചർച്ചയിൽ നടത്തിയത്. കണ്ണൂരിനകത്ത് ബോംബ് രാഷ്ട്രീയം കൊണ്ടുവന്നത് ആരാ? അതെന്തേ ഈ പറയുന്ന KC ഉമേഷ് ബാബു പറയാത്തത്? നാൽപ്പാടി വാസുവിനെ വെടിവെച്ച് കൊന്നത് ആരാ? വെടിവെച്ച് കൊല്ലാൻ വേണ്ടിയുള്ള ആഹ്വാനം നടത്തിയിട്ടുള്ളത് ഈ K സുധാകരനല്ലേ? ഉമേഷ് ബാബു അദ്ദേഹത്തിന് അറിയില്ലേ ഈ കാര്യങ്ങൾ? അദ്ദേഹം രക്ഷപ്പെട്ടല്ലോ. എന്തുകൊണ്ട് ഇപ്പോ നാൽപ്പാടി വാസുവിന്റെ കൊലപാതകമാവട്ടെ, സേവറി ഹോട്ടൽ ബോംബേർ ആകട്ടെ, EP ജയരാജൻ വധശ്രമ കേസാവട്ടെ, ഒരൊറ്റ കേസിലെങ്കിലും K സുധാകരനെ ചാർജ് ചെയ്യാൻ അല്ലെങ്കിൽ K സുധാകരനെ അകത്തിടാൻ എന്തുകൊണ്ടാണ് കഴിയാതിരുന്നത്? എത്ര തവണ കേരളം നിങ്ങൾ ഭരിച്ചു? അതിനുശേഷം EK നായനാരും VS അച്യുതാനന്ദനും പിണറായി വിജയനും ഭരിച്ചില്ലേ? നിങ്ങൾ ഈ പറയുന്ന നിഷ്ഠൂരമായ കൊലപാതകങ്ങൾക്ക് നേതൃത്വം നൽകിയ K സുധാകരന്റെ രോമത്തിൽ തൊടാൻ കഴിയാതെ പോയത് പിന്നെ എന്തുകൊണ്ടാ? അല്ല അഭിലാഷ്, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഏത് കേസായാലും സംസ്ഥാന സർക്കാർ, അതായത് ഏതെങ്കിലും തരത്തിൽ കോടതിയുടെ കേസിൽ ഇടപെടാൻ വേണ്ടി തയ്യാറാവാറില്ല. കോൺഗ്രസ്സുകാർ അങ്ങനെയാണോ?
കേസ് തേച്ച് മായ്ക്കുന്നതിന് വേണ്ടിയിട്ട്, പോലീസുകാരെ നിയന്ത്രണത്തിൽ വരുത്തുന്നതിന് വേണ്ടിയിട്ട്, സ്വന്തം നേതാക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് KPCC പ്രസിഡന്റ് അല്ലേ അന്ന് വയലാർ രവിയല്ലേ കെ സുധാകരന് ഒളിക്കാനുള്ള ഇടം കൊടുത്തിട്ടുള്ളത്? AK ആന്റണിയല്ലേ കെ സുധാകരനെ സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള നേതൃത്വം കൊടുത്തത്? അതായത് അധികാരം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ ഏത് വൃത്തികെട്ട കാര്യങ്ങളിലും പങ്കെടുത്തവരെ സംരക്ഷിക്കുവാൻ വേണ്ടിയല്ല ഗവൺമെന്റ് ഉണ്ടാവുന്നത്. അത് മനസ്സിലാക്കണം. UDF ഭരിക്കും അങ്ങനെയാവും, പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുമ്പോൾ അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കോടതിയുടെ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ അനധികൃതമായി ഇടപെടുന്നതായിട്ട് ഏതെങ്കിലും ഘട്ടത്തിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇനി എല്ലാ കേസുകളും നമ്മൾ ആഗ്രഹിച്ചതുപോലെ ഒരുപക്ഷെ അവിടെ ഈ നേരത്തെ സൂചിപ്പിച്ച P. ജയരാജനെ വധിക്കാൻ വേണ്ടിയുള്ള ശ്രമം, അദ്ദേഹത്തെ ഏതെങ്കിലും സ്വപ്നത്തിലല്ലോ അദ്ദേഹത്തിൻ്റെ കയ്യോ കാലോ അല്ലെങ്കിൽ വെട്ടി നശിപ്പിക്കുവാൻ വേണ്ടി RSSൻ്റെ ക്രിമിനലുകൾ വരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അവിടെ ഒരു മനുഷ്യനെ കൊല്ലുവാൻ വേണ്ടി അന്ന് ഭാഗ്യത്തിന് അദ്ദേഹം രക്ഷപ്പെട്ടതാണ്. ആരാ വന്നത്? RSSകാരല്ലേ. അവർ രക്ഷപ്പെട്ടു, അത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഏത് കേസായാലും പരമാവധി നീതിപീഠത്തിന് മുമ്പിൽ കുറ്റവാളികളെ ശിക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടിയും CPM എടുത്തിട്ടുണ്ട്. ശ്രമങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയിൽ നിന്ന് പൂർണ്ണമായിട്ട് പല ഘട്ടത്തിലും നീതി ലഭിച്ചില്ല എന്നുള്ളത് വസ്തുതയാണ്. പൂർണ്ണമായിട്ട് എല്ലാ കേസിലും നീതി ലഭിച്ചു എന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല.